മുണ്ടക്കയിൽ നിന്നാണ് ഷബീദ് ചേരുന്നത്. ഷബീദ്, എന്തൊക്കെ വിവരങ്ങളാണ് ഈ അവസ്ഥയിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? പക്ഷേ മുണ്ടക്കയിൽ ഏറ്റവും കൂടുതൽ അപകടം നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ JCB മാന്തുന്ന സ്ഥലത്ത് ഏതാണ്ട് 3 ലയങ്ങൾ ഉണ്ടായിരുന്നു. സ്കെൻ ഇപ്പോൾ ഈ JCB നമ്മൾ ഈ ഹിറ്റാച്ച് കാണുന്ന ഈ സ്ഥലത്ത് മാത്രം ഏതാണ്ട് 7 കുടുംബങ്ങൾ താമസിച്ച ഒരു ലയമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വീടുകളുടെ അവശിഷ്ടം കാണാമായിരുന്നു, വസ്ത്രങ്ങൾ കാണാമായിരുന്നു. അപ്പോൾ ഇവിടെ തിരയുന്നത് മറ്റൊന്നിനുമല്ല, ഇവിടെ ഉണ്ടായിരുന്ന കുറച്ചുപേർ ഇവിടെ പെട്ടുപോയി എന്നൊരു വിവരം അത് ഇവിടുത്തെ പരിസരവാസികളായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഈ മണ്ണ് മാന്തിയിട്ടുള്ളൊരു പരിശോധന നടക്കുന്നത്. ഈ പ്രദേശത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ലയങ്ങൾ, അതിൽ എല്ലാം കൂടി ഏതാണ്ട് ഒരു 10-12ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ക്യാമറമാൻ അഭിലാഷ് തൊഴുമ്പും കൂടെ മറ്റൊരു ദൃശ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കാണിക്കും. അത് എസ്കെൻ ഈ ഉരുള് പൊട്ടി വന്ന വഴിയാണ്. അത് നമുക്ക് ആ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഉരുള് പൊട്ടി വരുന്നതിന്റെ കൃത്യമായ വിഷ്വൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതാണ് അതിന്റെ ഭീകരത എന്ന് പറയുന്നത്. അതാണ് ആ ഭാഗത്ത് നിന്നാണ്, ആ മുകളിൽ നിന്നാണ് ഉരുള് പൊട്ടി താഴേക്ക് ഇങ്ങനെ പതിച്ചൊഴുകി വന്നത്. അപ്പോൾ ആ മാർക്ക് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അവിടെയൊക്കെ ഓരോരോ കേന്ദ്രങ്ങൾ, ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ പരിസരവാസികളായ ചിലർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ലയത്തിലൊക്കെ താമസിച്ചിരുന്ന ചില ആളുകൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഈ പ്രദേശത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്? ഞങ്ങൾ കുറച്ച് താഴെയായിട്ടാണ്. ഞങ്ങൾ എന്താ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു 4 തൊട്ട് നമ്മളെ ഒറ്റ സുഹൃത്തുക്കളാണ് സലീം, പിന്നെ ബഷീർ, പിന്നെ താഴെ ഞങ്ങൾ ഒന്നിച്ചു കൂടുതലാണ്. ഒന്നിച്ച് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ചോ കൂടുക. പ്രദേശത്ത് ഇപ്പൊ എത്ര, നമ്മൾ ഈ തപ്പുന്ന സ്ഥലത്ത് തപ്പുന്ന സ്ഥലത്ത് 18 റൂമുണ്ടായിരുന്നു. 3 പാടികളാണ്. ഒരു പാടി പറഞ്ഞാൽ 6 റൂമാണ്. 3 ലൈന് പാടിന്നാ ഞങ്ങളിവിടെ പറയാ. 3 ലൈനായിരുന്നു. 3 ലൈനിൽ 18 റൂം ഉണ്ടാവില്ല. അതിൽ കുറച്ച് ആളുകളൊക്കെ കഴിച്ചിലായിട്ടുണ്ട്. കുറച്ച് ആളുകൾ എവിടെയും പോകാൻ വഴിയില്ലാതെ അങ്ങനെ നിന്നവരാണ്. അങ്ങനെ അവരെ നഷ്ടപ്പെട്ടു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ടോ ആശുപത്രികളിലും മറ്റിടത്തൊന്നും? ഇവിടെ ഈ ബഷീറും ഇല്ല, ബഷീറിന്റെ ഭാര്യ എല്ലാം മിസ്സിംഗ് ആണ്. 3 ആളും മിസ്സിംഗ് ആണ്. സുഹൃത്തായിരുന്നു, എന്റെ ഒറ്റ സുഹൃത്തുക്കാരൻ. പിന്നെ സലീം എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തനുണ്ട്. അവന്റെ ഭാര്യയും അവന്റെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എല്ലാരും പോയി. ഈ താഴേക്കൊക്കെ ഒരു ജീപ്പൊക്കെ ഇങ്ങനെ കല്ലിടിച്ച് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത്. ടാക്സി ഓടുന്ന വണ്ടികളെ ഈ 900 കണ്ടി പറഞ്ഞ സ്ഥലത്തുണ്ട്. അവര് എന്താ പറയാ, രാവിലെ പോവുക, വൈകുന്നേരം കൊണ്ടുവന്ന് ഇടുന്ന വണ്ടികളാണ് എല്ലാം. കുഞ്ഞുമൊജി എന്ന് പറഞ്ഞൊരാളുണ്ട്, നമ്മൾ അതും സുഹൃത്ത് തന്നെയാണ്. അവർ 16 ആളുകളാ പോയത്. 16 ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായതല്ലേ? ഇവിടുന്ന് ഒലിച്ചു വന്നതിന് അതിന്റെ ശാഖയാണ് അങ്ങോട്ട് വന്നത്, നമ്മളെ ചൂരമലയ്ക്ക് വന്നത്. അവിടെ ഇല്ല, അവിടെയും ഒരു 200-250 കുടുംബം കംപ്ലീറ്റ് എല്ലാം തറവറ്റിപ്പോയി. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്. ചേട്ടന്റെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു, അവര് മറ്റെവിടെയെങ്കിലും മാറി താമസിച്ചെന്നോ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ഇല്ല, ഈ പറഞ്ഞവരെല്ലാം മിസ്സിംഗ് ആണ്. ഇവിടെ തന്നെയാണ്. മാറി താമസിക്കാനുള്ള ഇടമില്ല. ഇപ്പൊ 3 ദിവസമായിട്ട് അറിഞ്ഞാലും ഞങ്ങളെ ഇവിടെയൊക്കെ പോയിരുന്നു. അവിടെ ഒന്നും ഇവര് പ്രതീക്ഷയില്ല. അവിടെ നിന്നവർ തന്നെ പറയുന്നത് ഇവരൊക്കെ മിസ്സിംഗ് ആണെന്നാ പറയുന്നത്. സമയം ചേട്ടൻ എവിടെയായിരുന്നു? നമ്മളെ വീട്ടിലായിരുന്നു. അതിന്റെ പൊട്ട് കേട്ടിട്ട് നമ്മൾ ഓടി വന്നാണ്. 1:20 ഞാൻ കേശിപ്പാലത്തിന്റെ അവിടെ ഉണ്ട്. അവിടെ ഞങ്ങളെ 2ാമത്തെ പൊട്ട് വന്നപ്പോ കംപ്ലീറ്റ് എല്ലാം ഓടിച്ചത് ആളുകൾ. നിങ്ങളെ വയസ്സായവരാണ്, അങ്ങോട്ട് പോകണ്ട. അപ്പോഴും പാലൊക്കെ തകർന്നു പോയി. സ്മെല്ല്, ഭയങ്കര സ്മെല്ലായിരുന്നു ഈ മണ്ണിന്റെ. ഇപ്പോഴും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഇല്ല, ഭയങ്കര സ്മെല്ലാണ്. ഈ വരുമ്പോ തന്നെ ഉണ്ടല്ലോ ഭയങ്കര പോച്ചൂര് ഒട്ടിച്ച് വേറെ ഒരു ജാതി മണായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളെ എല്ലാ ബന്ധങ്ങളും. ഈ പറഞ്ഞ ഇവിടെ 3 ലൈനുകളല്ലാതെ അപ്പുറത്തെ ലൈനുകൾക്ക് എവിടെയെങ്കിലും കുഴപ്പമില്ല? എല്ലാം ഒന്നുമില്ല. ഈ വന്നതിലെല്ലാം കംപ്ലീറ്റ് തൂപ്പാനാക്കിയിട്ടാ വന്നിരിക്കുന്നത്. തുടച്ച് മിനുക്കിയിട്ടാ വന്നിരിക്കുന്നത്. ആരും ബാക്കിയില്ല. പിന്നെ അലിക്ക പറഞ്ഞ ഒരാളുണ്ട്, ഞങ്ങളെ പിന്നെ വയോശക്തിയുടെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നു. അയാളെ ഒന്നുമില്ല. അയാൾ മെഞ്ഞാന്ന് ബോഡി കിട്ടി. ഈ പ്രദേശത്ത് ഇങ്ങനെ തുടരുക അസാധ്യമാണ്. അപ്പൊ നിങ്ങൾ മറ്റൊരിടത്തേക്ക് നോക്കുന്നു? കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഒരു ചെറിയ ശാഖ ഉണ്ടായിരുന്നു. ചെറിയ ശാഖയില് ആളപായൊന്നുമില്ല. ഒരു 7-7:15 പകലായിരുന്നു. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അന്ന് യാതൊരു ഇതുമില്ല. അന്ന് എല്ലാവരും പിന്നെ പണിക്ക് പോകുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് കുറെ എണ്ണം കഴിച്ചിലായി പോയി. അതിലൊരു 1-2 വീടുകൾ മാത്രമേ പോയുള്ളൂ. ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഒരു ദൃക്സാക്ഷിയുടെ ഇതാണ്. ഇപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ വളരെ സങ്കടകരമായ കാര്യമാണ്. ഏതാണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു 10-16 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ കുറച്ചുപേർ തന്നെ മിസ്സിംഗ്.